ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിഡിലൻ വീടാണ്. 10 സെന്റ് പ്ലോട്ടില് 2630 സ്ക്വയർ ഫീറ്റിൽ 70 ലാഖിനാണ് ഈ ഒരു വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഖാദർ റംലത്ത് ദമ്പതിമാർക്ക് വേണ്ടി SK അസോസിയേറ്റ് സാംസ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ്. വീടിന്റെ ഓണറും ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. അതുകൊണ്ട് അവരുടെ റിക്വയർമെന്റ് പ്രകാരമാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീടിന്റെ കോമ്പൗണ്ട് വാൾ നോക്കാം. ഭംഗിക്ക് വേണ്ടി ഇടയിലായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ GI വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വാളിൽ കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ്. ഇവിടെ ഗേറ്റ് ചെയ്തിട്ടുള്ളത് GI-ലാണ്. ഈ ഒരു ഭാഗത്ത് മെയിൻ ഗേറ്റിനോട് കൂടെ തന്നെ ഒരു സിംഗിൾ ഗേറ്റും വന്നിട്ടുണ്ട്. താഴെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. ദാറുൽ സിദ്ദിഖ് എന്നാണ് വീടിന് നെയിം നൽകിയിട്ടുള്ളത്. അക്രിലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ എലിവേഷൻ ഒന്ന് നോക്കാം. ഈ വീടിന്റെ എലിവേഷനും ഇന്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാൾസ് ആർക്കിടെക്ട്സ് കാലിക്കറ്റ് ആണ്. എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് മുകളിൽ കാണുന്ന ഈ ഒരു ബാൽക്കണി ഡിസൈൻ, അതുപോലെ GI-യുടെ ഹാൻഡ് റെയില്, ടെക്സ്ചർ പെയിന്റ്, ഫ്ലാറ്റ് റൂഫ്, ഈ ഒരു ലെവലിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ് വർക്ക്, പിന്നെ പോർച്ചിന്റെ ഡിസൈനുമാണ്. ഈ ഒരു ഭാഗത്ത് വീടിന്റെ ലിവിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ടഫൻഡ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതിൻ്റെ ഇടയിലായിട്ട് കോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് പോർച്ചിൻ്റെ ഭാഗം ഒന്ന് നോക്കാം. ഇവിടെയാണ് കേട്ടോ കിണർ വരുന്നത്. ഈ ഒരു ബോക്സ് ടൈപ്പിൽ കാണുന്നത് കിണറാണ്. ഒരു ഡിസൈനാണ് പോർച്ചിന് നൽകിയിട്ടുള്ളത്. ഇവിടെ GI-യുടെ വർക്കാണ് കേട്ടോ ആ ഒരു വുഡൻ കളറിൽ കാണുന്നത്. പോർച്ചിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലോപ്പ് വേ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ ഒരു വുഡൻ ഹാൻഡിലും നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കി ഭാഗം നോർമൽ സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. ഇനിതാ ഈ ഒരു ഭാഗത്ത് ഷൂറാക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ 2 വുഡൻ ചെയർ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സൺ വർക്കാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ വാളിലൊരു പാനൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂ ഡിസൈൻ തന്നെയാണ് ഡോറിന് നൽകിയിട്ടുള്ളത്. ടീക്ക് വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം കാലും ഒരെണ്ണം മുക്കാലും ആയിട്ടാണ് ഷട്ടർ വരുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഫോയർ സ്പേസിലോട്ടാണ്. ഇത് സ്റ്റെയറിൻ്റെ ഒരു പാർട്ടീഷൻ വാളാണ് കേട്ടോ. ഈ ഒരു ഫോയറിൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഡൈനിങ്ങും ബെഡ്റൂമും അതുപോലെ വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫോയറിൻ്റെ ആ ഒരു വാള് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലിവിങ് പരിചയപ്പെടാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ്. നല്ല ഭംഗിയുള്ളൊരു ടീ ടേബിളും ഗ്രേ ഷെയ്ഡിൽ വരുന്ന സോഫ സെറ്റിയുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ആ വലിയ ഗ്ലാസ് വരുന്നത് കേട്ടോ. ഇവിടെ ലോങ് കർട്ടൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഇൻഡോർ പ്ലാന്റ് വരുന്നുണ്ട്. കൂടാതെ ക്യൂട്ടായിട്ടുള്ള 2 കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ സീലിംഗിൽ സ്ട്രിപ്പ് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും LED ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് അടക്കുമ്പം ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഭാഗം വാള് ടെക്സ്ചർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. 8 കുഷ്യൻ ചെയറോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു ഡിസൈൻ ടെക്സ്ചർ വർക്കാണ്. ഒരു സാൻഡ് ഡിസൈനാണ്. ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂം, വാഷ് ഏരിയ, പ്രെയർ ഏരിയ എന്നിവ നൽകിയിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ വിൻഡോസിൻ്റെ കട്ടില വരുന്നത് മെറ്റലിലാണ്. അതിൽ PU പെയിൻറ് ചെയ്തിട്ട് പാനൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. പ്രയർ റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്. ഇവിടെ വാളിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
മുകൾ ഭാഗത്ത് മൾട്ടിവുഡ് വർക്ക് കൊടുത്തിട്ട് അതിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ്. പ്രെയർ റൂമിൻ്റെ ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് WPC വിത്ത് ഗ്ലാസ്സിലാണ്. പ്രെയർ റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ആദ്യം ഒരു വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വെള്ളം ഡ്രെയിൻ ചെയ്തു പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. 2 തരത്തിലുള്ള ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു ഓപ്പൺ ഷെൽഫും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ് നോക്കുന്നത്. ഡോറ് ചെയ്തിട്ടുള്ളത് WPC വിത്ത് PU പെയിൻ്റ് ആണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 350x390 ആണ്. ഇവിടെ ഫ്ലോറിൽ മൊത്തം ചെയ്തിട്ടുള്ളത് വണ്ടറിൻ്റെ ഇറ്റാലിയൻ മാർബിളാണ്. നല്ല ഭംഗിയിൽ ഇവിടെ കോട്ടിൻ്റെ ഹെഡ് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. WPC വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോൾ സീലിംഗ് ജിപ്സം ചെയ്തിട്ടുണ്ട്. കോട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത് കുഷ്യനിലാണ്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നാണ് സെപ്പറേറ്റ് ആയിട്ടൊരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാർഡ്രോബ് ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വാർഡ്രോബിന് ഭംഗി കൂട്ടുന്നത് ഈ ഒരു ഗ്ലാസ് ഡോറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടും WPC വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. ബാത്റൂമിലേക്ക് കയറി വരുമ്പം ഫസ്റ്റ് വരുന്നത് വാഷ് ബേസിനാണ്. ഇവിടെ കജാരിയുടെ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കി വെച്ചോളൂ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഈ ഒരു ഏരിയയിലേക്കായിട്ടാണ്. ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇവിടെ കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ടിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിങ്ങിലായിട്ടാണ് കേട്ടോ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അധിക പേരും ഇപ്പോൾ സീലിങ്ങിലാണ് ലൈറ്റ് നൽകുന്നത്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഒരു പാസേജ് കൊടുത്തിട്ട് അതിൽ നിന്നാണ് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാൾ ഫ്രെയിം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം നോക്കാം. ഇതിൻ്റെ സൈസ് വരുന്നതും 350x390 ആണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എവിടെയും കോട്ടൻ്റെ ഹെഡ് വോളിൽ പകുതി ഭാഗം WPC വർക്കാണ് വരുന്നത്. ബാക്കി ഭാഗം ടെക്സ്ചർ ചെയ്തിട്ടുള്ളതാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചെറിയ സൈഡ് ഷെൽഫാണ് നൽകിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഒരു ലോങ് യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ബാത്റൂമും മേക്കപ്പ് യൂണിറ്റും വന്നിട്ടുള്ളത്. റൂമിൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നൊരു വാർഡ്രോബാണ്. പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡ്സൊക്കെ ബ്ലാക്കിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ടൈൽ ഡിസൈൻ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യ വലുപ്പത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ്. ഓവറായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറും ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്.
നല്ല ഭംഗിയിൽ വിറകടുപ്പോട് കൂടി ചെയ്തിട്ടുള്ളൊരു മോഡുലാർ കിച്ചണാണിത്. കണ്ടു കഴിഞ്ഞാൽ വിറകടുപ്പ് ഉണ്ട് എന്ന് തന്നെ നമുക്കറിയത്തില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആൻഡ് നീറ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ കൂടാതെ ഇതിനപ്പുറത്തേക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കിംഗ് സ്പേസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു കിച്ചൺ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇനിയും ലെങ്ത് ആകും. അതുകൊണ്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു 2 ഏരിയയുടെയും വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടിപൊളി കിച്ചണാണ്. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ കാണാൻ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതിയേ. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. ഇവിടെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് വുഡിലും ടഫ് ആൻഡ് ഗ്ലാസ്സിലുമാണ്. സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡാണ്. ഇനി സ്റ്റെയറിൻ്റെ ഈ ഒരു ലാൻഡിങ് സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോ പോലെയാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് കണ്ണിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വോൾ ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കയറി കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണിത്. ഡൈനിങ്ങിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം, നമ്മൾ കയറി വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലേക്കായിട്ടൊരു ബെഡ്റൂമുമാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ലൈറ്റ് ഒന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ കാണുന്ന റൂമാണ് നോക്കുന്നത്. ഇതും താഴെ കണ്ടിട്ടുള്ള റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഹെഡ് വാളിൽ ഒരു സിമെൻറ്റ് ടെക്സ്ചറാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 വോൾ ഫ്രെയിമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വിൻഡോസിൽ റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനായിട്ടില്ല കേട്ടോ. എല്ലാം ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് എല്ലാ ബാത്റൂമും വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ഓപ്പൺ ടെറസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ സൈഡ് നോക്കാം. ഈ ഒരു ഭാഗത്ത് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഇതൊരു ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ബാൽക്കണി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്തുനിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത് കേട്ടോ. ഈ ഒരു ബെഡ്റൂം സൈസ് വരുന്നത് 530x390 നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബാൽക്കണിയുടെ ക്ലിപ്പാണ് ഈ കാണുന്നത്. ഇവിടെ സ്ലൈഡിംഗ് ഡോറും ഹാൻഡ് റെയിലുമാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം ഉണ്ടല്ലോ, മാസ്റ്റർ ബെഡ്റൂം, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ വാർഡ്രോബും ബാത്റൂമൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. വിൻഡോസിന് താഴെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇനി ബാത്റൂം നോക്കാം. ഇനി റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയാണ്.
ഇനി ഇവിടെ വരുന്ന നെക്സ്റ്റ് ഓപ്പൺ ടെറസ് നോക്കാം. ഈ ഒരു ഭാഗത്ത് റൂഫിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്, താഴെ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഡ്രസ്സ് ഉണക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.